ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ എംഎൽഎ ആയ വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയക്കെതിരെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. ഷാജൻ സ്കറിയ മാപ്പ് പറയണമെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ ആവശ്യം. കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ചാണ്ടി ഉമ്മൻ ഷാജനെതിരെ രംഗത്ത് വന്നത്. ഉമ്മൻചാണ്ടിക്ക് കുടുംബം ചികിത്സ നിഷേധിച്ചിരുന്നുവെന്ന് ഷാജൻ വാർത്ത നൽകിയിരുന്നു. തന്നെ വ്യക്തിഹത്യ നടത്തിയ ഷാജൻ സ്കറിയക്കെതിരെ നിയമ നടപടിയും ചാണ്ടി ഉമ്മൻ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ചാണ്ടി ഉമ്മനെതിരെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലൂടെ ഷാജൻ സ്കറിയ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. ചാണ്ടി ഉമ്മന് ഒരു കഴിവുമില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് എംഎൽഎ ആയത്. ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനം മോശമാണെന്നുമാണ് കോൺഗ്രസുകാരുടെ പരാതി. കോൺഗ്രസുകാരെ പോലെ ഷാജൻ സ്കറിയക്കിട്ട് ചൊറിയാൻ വരണ്ട എന്നൊക്കെയുള്ള ഭീഷണിയും ഷാജൻ സ്കറിയ നടത്തുന്നുണ്ട്. കൂടുതൽ കളിച്ചാൽ പലതും വിളിച്ചു പറഞ്ഞേക്കാം എന്നൊരു ധ്വനിയും ഷാജന്റെ ഭീഷണിയിലുണ്ട്. സോളാർ കേസിൽ ഷാജൻ സ്കറിയയുടെ വ്ളോഗിംഗ് ചാനലായ മറുനാടൻ മലയാളി വഴി ഉമ്മൻചാണ്ടിയെ വ്യക്തിഹത്യ നടത്തിയെന്നും പിന്നീട് പിണറായി അധികാരത്തിൽ വന്നപ്പോൾ ആ കേസ് തെളിവില്ലാതെ മാഞ്ഞു പോയതിനാൽ താൻ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറഞ്ഞു എന്നുമാണ് ഷാജൻ സ്കറിയ മറുപടി വീഡിയോയിൽ പറയുന്നത്. മറ്റ് ചാനലുകളൊന്നും മാപ്പ് പറഞ്ഞിട്ടില്ല. എന്നിട്ടും തന്നോട് എന്തിനാണ് പോരിന് വരുന്നത് എന്നാണ് ഷാജൻ സ്കറിയ ചോദിക്കുന്നത്. സരിത നായരുടെ ആരോപണം വന്നപ്പോൾ ചാണ്ടിയുമ്മനെതിരെ വരെ ആരോപണം ഉന്നയിച്ച ഓൺലൈൻ പോർട്ടലാണ് മറുനാടൻ മലയാളി. യാതൊരു തെളിവുമില്ലാതെ ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്ന ഇതുപോലെയുള്ള ചാനലുകൾക്കെതിരെ തന്നെയാണ് ഈ വിഷയത്തിൽ വിറ്റ്നസ് ന്യൂസിന്റെ നിലപാട്. എന്നാൽ ചാണ്ടിയുമ്മൻ പ്രകോപിപ്പിച്ചാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് മറുനാടൻ മലയാളിയുടെ അവകാശവാദം. എന്നാൽ പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചാണ്ടിയുമ്മൻ വീണ്ടും മറുനാടൻ മലയാളിക്കെതിരെ പൊട്ടിത്തെറിച്ചിരുന്നു. മറുനാടൻ മലയാളിക്ക് പിന്നിൽ പലരും ഉണ്ടെന്നും അവർ ആരാണെന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകളെ വ്യക്തിഹത്യ നടത്തുന്നതല്ല മാധ്യമ പ്രവർത്തനമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. മുൻപ് സമൂഹത്തിലെ പല വ്യക്തികൾക്കെതിരെ വ്യാജ വാർത്തകൾ മറുനാടൻ മലയാളി നൽകിയിരുന്നു. അവരിലെ പ്രമുഖരാണ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്, സിനിമാ നടൻ ടിനിറ്റോ, പാലാ രൂപത വികാരി ജനറൽ ജോസഫ് തടത്തിൽ, കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ, PJ ജോസഫ്, ബോബി ചെമ്മണ്ണൂർ എന്നിവരൊക്കെ ഇവരിൽ ചിലർ മാത്രം. വ്യാജ വാർത്ത നൽകുകയും വാർത്തയ്ക്ക് പരമാവധി റീച്ച് കിട്ടിയ ശേഷം ക്ഷമാപണ വീഡിയോ ഇറക്കുകയുമാണ് മറുനാടൻ തുടർന്നു പോരുന്ന ശൈലി. എന്തായാലും ചാണ്ടിയുമ്മനും ഷാജനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ സന്തോഷിക്കുന്നുമുണ്ട്. ചില കോൺഗ്രസ് നേതാക്കളാവട്ടെ വിഷയം തണുപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിയുമ്മന് അകമഴിഞ്ഞ പിന്തുണ നൽകുകയും ഏതവസരം കിട്ടിയാലും പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഷാജനും ചാണ്ടിയുമ്മനും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ എന്തൊക്കെ അപ്രിയ സത്യങ്ങളാണ് പുറത്തു വരിക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.